ഈ പ്രശ്നം കണ്ടുപിടിച്ച് അതിൽ വളരെ കൃത്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ഇന്നിരിക്കുന്ന ബോർഡ്, ഇന്നിരിക്കുന്ന ഗവൺമെൻറ്, ഇന്നിരിക്കുന്ന വകുപ്പ് മന്ത്രിയുടെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോടതിയുടെ ഉത്തരവ് പ്രമേയസിൽ വെച്ച് തന്നെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ഉത്തരവിനെ മറികടന്നുകൊണ്ട് പുറത്തോട്ട് പോയിരിക്കുന്നു. ഈ ദ്വാരപാലക വിഗ്രഹം പുറത്തോട്ട് പോയിരിക്കുന്നു, കട്ടളയാണെങ്കിലും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തോട്ട് പോകുന്നു, 2 കേസുകൾ വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ ഗവൺമെൻറ്റിനോ ബോർഡിനെ നയിച്ചവർക്കോ മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ല. അവർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും വലിയ ആരോപണ വിധേയനായി കോടതി കണ്ടെത്തിയിട്ടുള്ള, ബോർഡ് കണ്ടെത്തിയിട്ടുള്ള, ബോർഡിൻ്റെ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള, വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരാളെ തന്നെ വീണ്ടും ഏൽപ്പിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? ഹൈദരാബാദിൽ പോവും, ചെന്നൈ പോവും, ബാംഗ്ലൂർ പോവും, എവിടെയൊക്കെ പോകാവോ അവിടെല്ലാം പോവും. ഇതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പ്രതി ചേർത്ത് കേസിടും. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയും, കുറേ നേതാക്കന്മാരുടെ പേര് പുറത്തു വരും. അപ്പോൾ CPM എടുക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താ? CPMൻ്റെ ദേവസ്വം ബോർഡ് മെമ്പർക്കോ പ്രസിഡന്റിനോ ഭരണസമിതിക്കോ സർക്കാരിനോ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേര് നാളെ ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്ത് പറയേണ്ടി വരും. അയാൾക്ക് നിലനിൽക്കാൻ ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ മാധു സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിലെ ഗാംഭീര്യമൊക്കെ വിട്ട് ഇപ്പോൾ ഒരു പ്രതിയായി തന്നെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മാധ്യമ വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.